നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ സൗത്ത് കരോളിനയിൽ ഒരിടത്താണ്. അവിടെ ഒരു വീട് 1793 ബിൽറ്റ് ചെയ്താണ്. 1810 വരെ എടുത്തത് ബിൽറ്റ് ചെയ്ത് തീരാനായിട്ട്. അത് വന്നിട്ട് 1867 ഇത് ബേൺ ചെയ്ത് പോയി. ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിസ്റ്റർ ഷെല്ല് കൊണ്ടാണ് ഈ വീട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതതുപോലെ അവരവിടെ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഓയിസ്റ്റർ ഷെൽ ഹൗസ് കാണാൻ പോകുമ്പോഴുള്ള കാഴ്ചകളാണ് കാണുന്നത്. അവിടെയായിട്ടൊരു കാറ് കാണാം, ബ്ലാക്കും യെല്ലോയും ഉള്ള കളറിലുള്ള കാറ്. അപ്പുറത്തായിട്ടൊരു മനോഹരമായൊരു ഗോൾഫ് കോർട്ട് കാണാം. ഒരു പോണ്ട് അതിൻ്റെ മിഡിലായിട്ടുണ്ട്. അപ്പുറത്തായിട്ടൊരു ഗോൾഫ് കാർട്ട് പോകുന്നത് കാണാം. ഇതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ബൈസൈക്കിളിൻ്റെ ഷോപ്പ് കാണാം. ഈ ബൈസൈക്കിൾ ഇവിടെ റെൻറ്റിന് കൊടുക്കുന്നതാണ്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇവിടുന്ന് റെൻറ്റിനെടുത്ത് ബൈസൈക്കിളിൽ ഇതിലേക്ക് നടക്കാം. പോകുന്ന വഴിയിൽ നല്ല നേച്ചറിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാം. പലയിടത്തായിട്ട് ചെറിയ ചെറിയ തടാകങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ ഡിഫറൻ്റായ ട്രീസാണ് ഇവിടെയുള്ളത്. അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ കുറച്ച് സ്റ്റെപ്പുകൾ കയറി വേണം അവിടേക്ക് ചെല്ലുവാനായിട്ട്. ഇതാണ് ഓയിസ്റ്റർ ഷെൽ ഹൗസ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണിത്. ഇതുവരെ കേട്ടിട്ടില്ല, ഓയിസ്റ്റർ ഷെൽ കൊണ്ടുണ്ടാക്കിയ വീടിനെ പറ്റി കേട്ടിട്ടില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ സൗത്ത് കരോളിനയിൽ ഒരിടത്താണ്. അവിടെ ഒരു വീട് 1793 ബിൽറ്റ് ചെയ്താണ്. 1810 വരെ എടുത്തത് ബിൽറ്റ് ചെയ്ത് തീരാനായിട്ട്. അത് വന്നിട്ട് 1867 ഇത് ബേൺ ചെയ്ത് പോയി. ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിസ്റ്റർ ഷെല്ല് കൊണ്ടാണ് ഈ വീട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതതുപോലെ അവരവിടെ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഇതിനെപ്പറ്റി, ഈ പ്ലാന്റേഷൻ ഹൗസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ബേൺ ചെയ്തു പോയ അവശിഷ്ടങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. അവർ ബേൺ ചെയ്ത് അതുപോലെ തന്നെ നാച്ചുറലായിട്ട് അവിടെ അത് കീപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
ഇതിൻ്റെ ബാക്കിലായിട്ട് വളരെ കാട് പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മരങ്ങൾ നമ്മൾക്കിവിടെ കാണുവാൻ സാധിക്കും. ഡൊമസ്റ്റിക് സ്ലേവ് ക്വാർട്ടേഴ്സ് എന്നാണ് ഇതിനിവിടെ പറയുന്ന പേര്. 1850s ഉണ്ടാക്കിയ ഒരു വീടാണ്. ഓയിസ്റ്റർ ഷെല്ലുകൊണ്ട് ഒരു വീടിന്റെ അവശിഷ്ടങ്ങളാണ്. ബിഗ് ഫാം ആയിരുന്നു ഈ ഏരിയയിൽ. ഇവിടെ ഒത്തിരി ലാൻഡ് ഉണ്ടായിരുന്നു, ഒത്തിരി കൃഷി നടക്കുന്ന സ്ഥലമായിരുന്നു. ഇവർ സ്ലേവുകളെ കൊണ്ട് ജോലി ചെയ്യിച്ച് അവർക്ക് പൈസയൊന്നും കൊടുക്കാതെ സ്ലേവിനെ കൊണ്ട് ജോലി ചെയ്യിച്ചാണ് ഈ ഫാമിൽ കൃഷി നടത്തിക്കൊണ്ടിരുന്നത്. ഇതെല്ലാം വേറെ കത്തിപ്പോയ ഒരു കിച്ചൺ ചെമ്മിനി ആണ് ഇവിടെ കാണുന്നത്. കാടിനകത്തിട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. പലതരത്തിലുള്ള പക്ഷികൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അവിടുന്ന് തിരിച്ചുള്ള യാത്രയിൽ വളരെ മനോഹരമായ മരങ്ങളും അവിടെയും പല സ്ഥലങ്ങളിലായിട്ട് തടാകങ്ങളും ഒക്കെ നമുക്ക് കാണാം. ഇപ്പോൾ ഇതിൻ്റെ തന്നെ അടുത്തുള്ള വേറൊരു പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടുത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹിൽട്ടൺ ഹെഡ് ഐലൻഡിലുള്ള ഓയിസ്റ്റർ ഷെല്ല് കൊണ്ടുണ്ടാക്കിയ പഴയ വീട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കനോടൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് കിട്ടുന്നതായിരിക്കും. See you next time.